മക്കൾ രണ്ടാളും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ച് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം നമ്മൾ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തി. ഇങ്ങനെ പോയ പറശ്ശിനിക്കടവ്, ഇങ്ങനെ പോയ കൊച്ചരുമ്പും പോകാം. ഇത് ബസ്സൊക്കെ പോണ റോഡാട്ടോ. ഇതുവഴി പോണ ബസ് കണ്ണൂർ ആശുപത്രിയിൽ നിന്നും പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഒരു വഴി കൂടെയാണേ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കടയിലേക്കൊക്കെ വരണമെങ്കിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് വരണമെങ്കിലൊക്കെ 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർക്കുള്ള ബസ് കിട്ടും. ചക്കകൾ കണ്ട, നമുക്ക് ചക്ക ഇപ്രാവശ്യമില്ല, പക്ഷെ ഇവിടേക്ക് എത്രയാ ചക്ക നിൽക്കണേ. ഈ ഗ്രാൻഡ് തേജസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ് നമ്മൾ പാൽ വാങ്ങിക്കാൻ പോകുന്ന കട, പ്രേമേട്ടൻ്റെ കട. പിന്നെ അല്ലാതെ ഇതും ബസ് സ്റ്റോപ്പാട്ടോ, ഈ വളവിലുള്ളത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്കപ്പാലം ഇവിടുന്ന് കണ്ണൂർക്ക് പോകണ ബസ് കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ നെല്ലിക്കപ്പാലം, ചിക്കിക്കുളം, ചാലോടിക്കൊക്കെ ബസ് കിട്ടും. അപ്പോൾ 2 സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകൾ നമുക്ക് ഈ വളവിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ പ്രേമേട്ടൻ്റെ കടയിലെത്തിയിട്ട് ഏട്ടാ ഒരു പാക്കറ്റ് പാല് വേണം. പാല് വേറൊന്നും വേണ്ട. ചില്ലറ ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ മിഠായി കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ബാക്കി 2 രൂപയ്ക്ക് പുള്ളി എനിക്ക് മിഠായി തന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് തിരിച്ചിറങ്ങി. കണത് കുത്തനെയുള്ള ഒരു ഇറക്കാണ് കേട്ടോ. എടുക്കാതെ ഓണടിച്ചപ്പോഴേ അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വരികയാണ്. നല്ല തണുപ്പുണ്ടെന്നേ, കവറൊന്നും തന്നില്ല. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് അവിൽ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് അവിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചെറിയ വെച്ച് തേങ്ങ മുഴുവൻ ഞാൻ അവിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയോ ശർക്കര എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് കൽക്കാണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അവിലും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യും, തേങ്ങയുടെയും അവിലും കൂടിയിട്ടുള്ള മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ജീരകം, നമ്മുടെ നല്ല ജീരകമില്ലേ, അതിൻ്റെ പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മതി, അതോ അല്ലാച്ചെങ്കിൽ ഇലയ്ക്കോ ഇതിലേക്ക് ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ജീരകത്തിൻ്റെ സ്മെല്ല് അത് അടിപൊളിയായിട്ടാണ്. ഇതാണ് അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു വിഭവം. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ഉറുമ്പുണ്ട് ഇവിടെ. അപ്പോൾ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിൽ നമ്മൾ റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ പാത്രം നമ്മൾ ഏതാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല. ഇത് കൊള്ളാണെന്ന് വിചാരിച്ചിട്ട് ഉറുമ്പ് പേടിച്ച് തിരിച്ചോടും. അപ്പോൾ ഇങ്ങനെ അവർ സ്കൂൾ വിട്ട് വരുന്നവരെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കോ കരഞ്ഞോണ്ടാണോ സൂപ്പർ പറയുന്നത്?